ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ തലേ ദിവസം തന്നെ നമ്മൾ സിറ്റി ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ. നമുക്ക് അധികം ലഗേജുകളൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഹാൻഡ് ബാഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിച്ചുവിൻ്റെ ഡൈപ്പർ ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യം ബുക്ക് ചെയ്തിട്ടാണ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്താണല്ലോ, 15 മിനിറ്റുള്ള നമുക്ക് ഷഹാമയിൽ നിന്ന് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ കാര്യം ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊന്നും എടുക്കാൻ പറ്റില്ല. 11-11:30 ആയിപ്പിക്കും നമ്മൾ ഇറങ്ങി. നമുക്ക് 2:25 2:30 അങ്ങോട്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ ടൈം. എയർ അറേബ്യ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ എയർപോർട്ടിലെത്തി. ലഗേജിൽ അതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടി. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിച്ചുന് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ആ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ലോഞ്ചിൽ നിന്ന് കുറച്ച് ബിരിയാണി റൈസാണ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വാശിയുണ്ടായിരുന്നു ആൾക്ക്. മെയിനായിട്ട് വാശി കേക്ക് പീസ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഈ വാശി മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് 2-3 കേക്ക് പീസസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർമലി നമ്മൾ അവൾക്ക് കൊടുക്കാറില്ല. പിന്നെ ഇന്ന് എയർപോർട്ടിലായതുകൊണ്ടും ട്രാവൽ ഉള്ളതുകൊണ്ടും ഫ്ലൈറ്റിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കണമല്ലോ, അതിനൊക്കെ കൂടി അവളെ വാശി പിടിപ്പിച്ചൊന്നും നടക്കില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് വിട്ടുകൊടുത്തു ആൾക്ക്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഗേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഉറക്കത്തിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് ഉറക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അതുപോലെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഗേറ്റ് വരെ എത്താനായിട്ട്. വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഗേറ്റ് നമുക്ക് കുറച്ച് ദൂരെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം കോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ശേഷമായിരുന്നു കേട്ടോ കോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. عن رحلتكم اليوم لا تنسوا بالتحدث إلى أحد أفراد الطاقم. Board smoothly. In the event of emergency, please leave all baggage behind and proceed to the nearest exit. Thank you. ആപ്പിൾ അണിച്ചെടുത്തേ. مخارج على هذه الطائرة. كل المخارج مزودة بزلاقات النجاة. سوف يشير أفراد الطاقم إلى أقرب مخرج. നിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഫിലിമൊക്കെ കണ്ടിരിക്കുവാണ്. നിച്ചു 2.5 മണിക്കൂറോളം ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാശിയൊന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആൾക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നിച്ചു എഴുന്നേറ്റു കേട്ടോ.
ലാൻഡ് ചെയ്യാറായപ്പോഴേക്കും നിച്ചുൻ്റെ മൂടൊക്കെ മാറി ആകെ വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. നന്നായിട്ട് കരഞ്ഞു കേട്ടോ. 8:30 ഒക്കെ ആയപ്പോഴേക്കും ലാൻഡ് ചെയ്തു. പിന്നെ കൊച്ചിയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എയർപോർട്ടിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ ബൈ.